ഹായ് ഹലോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വഴുതനങ്ങ പറിച്ചിട്ട് ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വഴുതനങ്ങ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ആ കൂട്ടത്തിൽ നിന്നാൽ കുറച്ച് മുളക് മൂത്ത് നിൽക്കുന്നുണ്ട്, അതും കൂടെ പറിക്കാലോ എന്ന് വിചാരിച്ചു. മുളക് പറിച്ചിട്ട് നമുക്ക് കുറച്ച് 2 വഴുതനങ്ങ ഉണ്ട് കേട്ടോ. എന്നും നിറയും പോലെ മുളകും വഴുതനങ്ങയൊക്കെ നമുക്ക് പറിക്കാനുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഈ 2 വഴുതനങ്ങ മാത്രമേ ഉള്ളൂ മൂത്തതായിട്ട്, ഇനി ഉണ്ടായിട്ട് വേണം. അപ്പം അതുകൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം. ഫ്രൈ എന്ന് പറയുമ്പോൾ ഒന്നും എല്ലാം ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. മീനൊക്കെ പൊരിക്കും പോലെ പൊരിച്ചാൽ മതി, ഒന്നായിട്ട് മുരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിനിതാ ഞാനിത് വഴുതനങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ചെറിയ കീറാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ടിത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് വാരണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു കറ പോകാനുണ്ട് കേട്ടോ. ഒരു കറുപ്പ് കളറ് കറ ഉണ്ടാവും. കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചായപ്പൊടിൻ്റെ കളർ കേട്ടോ. അത് പോവണേ. എന്നിട്ടാണ് നമ്മളിത് ഉപ്പേരി വെക്കുകയാണെങ്കിലും പൊരിക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യുക. എന്നിട്ട് ഞാൻ കഴുകി വാരിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ നല്ലോണം മുളക് പൊടി ഇടുന്നുണ്ട്. എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഉപ്പ് പാകത്തിനിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് മീൻ പൊരിക്കും പോലെ ചട്ടിയിലിട്ടൊന്ന് പൊരിച്ചിട്ട് ചോറുക്കൊന്ന് കൂട്ടി നോക്കൊണ്ടിട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കാരണം വഴുതനങ്ങ ഉപ്പേരി ഒരു മക്കൾക്കും ഇഷ്ടമല്ലല്ലേ, അതൊരു വഴുവഴുപ്പായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്താൽ ഏത് കുട്ടികളും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കൊണ്ട്, അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് ഈ വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. വഴുതനങ്ങ പൊരിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്കിതൊരു പൊരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.